നമസ്കാരം. പ്രമേഹം. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പേടി വരാറില്ലേ? സത്യം പറഞ്ഞാൽ പലർക്കും അങ്ങനെയാണ്. പക്ഷേ ആ പേടിയെ നമുക്ക് മാറ്റിവെക്കാം. പകരം അറിവുകൊണ്ടതിനെ നേരിടാൻ പഠിക്കാം. ഡോക്ടർ സുജിത്തിന്റെ ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഈ വിഷയത്തെപ്പറ്റി നമുക്ക് വളരെ ലളിതമായി സംസാരിക്കാം. എങ്ങനെ നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാക്കാമെന്ന് നോക്കിയാലോ? നമുക്ക് തുടങ്ങുന്നതിനു മുമ്പ് ഈയൊരു വാചകം നോക്കൂ. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണിത്, അല്ലേ? ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ അസുഖം മാറണമെന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആ ഒരു ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയൂ. ഈ പഴയ വാക്കുകൾക്ക് ഇന്നും എന്തൊരു പ്രസക്തിയാണെന്ന് നോക്കണേ. പ്രമേഹം ഇതൊരു വില്ലനാണോ അതോ വഴികാട്ടിയാണോ? ശരിക്കും പറഞ്ഞാൽ പ്രമേഹം വന്നാൽ അതൊരു കുറച്ചിലായിട്ടാണ് പലരും കാണുന്നത്. പക്ഷെ അതല്ല സത്യം. ഇന്നത്തെ നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയപ്പോൾ കൂടെ കൂടിയൊരു വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഓർക്കുക, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഒരുപാട് പേർ നേരിടുന്ന ഒരു ചാലഞ്ചാണിത്. ഈ വിശകലനത്തിന് ആധാരമായ പുസ്തകം എഴുതിയ ഡോക്ടർ സുജിത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്റെ ലക്ഷ്യം ഒന്നു മാത്രം. രോഗിയെ ഭയപ്പെടുത്തുന്ന ഒരു പുസ്തകമല്ല, അവരെ ശക്തരാക്കുന്ന ഒരു വഴികാട്ടിയാണ് വേണ്ടത്. കേട്ടില്ലേ? നിങ്ങളെ പേടിപ്പിക്കുകയല്ല, പകരം നിങ്ങൾക്ക് വേണ്ട അറിവ് തന്ന്, ധൈര്യം തന്ന്, സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുക. അതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നമ്മൾ പ്രമേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ പൊളിച്ചെഴുതാൻ പോവുകയാണ്. എന്താണ് പ്രമേഹം? ശരിക്കും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു ട്രാഫിക് ജാം ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് നോക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പ്രമേഹം എന്ന് പറയുന്നത് വെറുമൊരു ഷുഗർ രോഗം മാത്രമാണോ? നമ്മൾ എപ്പോഴും കേൾക്കുന്നത് അങ്ങനെയാണ്, അല്ലേ? പക്ഷെ ശരിക്കും അങ്ങനെയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് നമ്മുടെ ചിന്തകളെയും ചികിത്സയും മൊത്തത്തിൽ മാറ്റാൻ പോകുന്ന ഒന്നാണ്. ഇതാണ് ആ ഉത്തരം. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രമേഹം ഒരു പഞ്ചസാര രോഗമല്ല, അതൊരു ഹോർമോൺ രോഗമാണ്. യെസ്, ഇതൊരു ഹോർമോണൽ ഇഷ്യൂ ആണ്. ഈ ഒരു പോയിന്റ് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. പ്രമേഹത്തെപ്പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും. ഇതിനെ നിയന്ത്രിക്കാനുള്ള ആദ്യത്തെ പടി നമ്മൾ കയറിക്കഴിഞ്ഞു എന്ന് പറയാം. അപ്പോ എന്താണ് ഈ ഹോർമോൺ പ്രശ്നം? അത് മനസ്സിലാക്കാൻ ഈ ട്രാഫിക് ജാം എന്ന ഐഡിയ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിനാണ് ട്രാഫിക് പോലീസ്. ഷുഗർ അഥവാ ഗ്ലൂക്കോസാണ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ. ഈ വാഹനങ്ങൾക്കെല്ലാം പോകേണ്ടത് നമ്മുടെ കോശങ്ങളിലേക്കാണ്. ഇൻസുലിൻ എന്ന പോലീസ് കറക്റ്റായി സിഗ്നൽ കൊടുത്ത് ഈ വാഹനങ്ങളെ കോശങ്ങളിലേക്ക് കയറ്റിവിടുന്നു. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ട്രാഫിക് പോലീസ് പറയുന്നതൊന്നും വാഹനങ്ങൾ കേൾക്കില്ല. ഫലമോ റോഡിലൊരു ഉഗ്രൻ ട്രാഫിക് ജാം. അതായത് ഷുഗർ മുഴുവൻ രക്തത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്നു. സിമ്പിൾ അല്ലേ? ഇൻസുലിൻ, ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു പേടിയാണ്, അല്ലേ? നമുക്ക് ആ പേടിയൊന്ന് നേരിട്ട് കാണാം. ഇൻസുലിനെക്കുറിച്ചുള്ള ഏറ്റവും അപകടകരമായ ചില തെറ്റിദ്ധാരണകൾ നമ്മൾ പൊളിച്ചെടുക്കാൻ പോവുകയാണ്. കാരണം ഈ പേടി മാറിയാൽ മാത്രമേ ശരിയായ ചികിത്സയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റൂ. ഏറ്റവും ആദ്യം പൊളിക്കേണ്ട ഒരു തെറ്റിദ്ധാരണ ഇതാണ്: ഇൻസുലിൻ കിഡ്നി നശിപ്പിക്കും. ഇത് ശുദ്ധ അസംബന്ധമാണ്. സത്യം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിലെ കൺട്രോളില്ലാത്ത ഹൈ ഷുഗറാണ് കിഡ്നിയുടെ അന്തകൻ. ഇൻസുലിൻ എടുക്കുന്നത് വഴി നമ്മൾ ആ ഷുഗറിനെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻസുലിൻ കിഡ്നിയെ സംരക്ഷിക്കുകയാണ്, നശിപ്പിക്കുകയല്ല. ഇനി അടുത്തത്, അയ്യോ, ഇൻസുലിൻ എടുത്തു തുടങ്ങിയോ, അപ്പോ സ്റ്റേജ് ലാസ്റ്റായല്ലേ? ഇങ്ങനെ ചോദിക്കുന്നവരെ കേട്ടിട്ടില്ലേ? ഇതൊരു വലിയ തെറ്റാണ്. ഇൻസുലിൻ എന്ന് പറയുന്നത് രോഗത്തിന്റെ അവസാന ഘട്ടമല്ല, അതൊരു പരാജയത്തിന്റെ അടയാളവുമല്ല. യഥാർത്ഥ പ്രശ്നം എന്താണെന്നോ? ആവശ്യമുള്ളപ്പോൾ ഇൻസുലിൻ എടുക്കാൻ വൈകുന്നത്. അത് സമയത്തിന് ചെയ്യേണ്ട ഒരു ചികിത്സയാണ്, അത്രമാത്രം. അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചോളൂ. ഇൻസുലിനെ പേടിക്കേണ്ട, ഇൻസുലിൻ വൈകിപ്പിക്കുന്നതാണ് പേടിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ നമ്മുടെ ഒരു സുഹൃത്താണ്, ശത്രുവല്ല. അതിനെ പേടിക്കുന്നതിനു പകരം അത് വേണ്ട സമയത്ത് എടുക്കാതിരിക്കുന്നതിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അപ്പോ ഇൻസുലിനെക്കുറിച്ചുള്ള പേടിയൊക്കെ കുറച്ചൊന്നു മാറിയില്ലേ? ഗുഡ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെ ഈ പ്രമേഹത്തെ നമ്മുടെ വരുതിയിലാക്കാം? അതിന് പ്രധാനമായി 3 തൂണുകളുണ്ട്, ഒരു വീട് പോലെ തന്നെ. ഈ 3 തൂണുകളും സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ആരോഗ്യവും സ്ട്രോങ് ആയിരിക്കും. ഇതാണ് ആ 3 തൂണുകൾ. ഒന്നാമത്തത് ഡയറ്റും എക്സസൈസും. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഇന്ധനവും എഞ്ചിനും. ശരിയായ ഇന്ധനം കൊടുത്ത് എഞ്ചിൻ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കണം.
രണ്ടാമത്തത് മരുന്നുകളും മോണിറ്ററിങ്ങും. ഇതൊരു കാറിന്റെ ഡാഷ്ബോർഡ് പോലെയാണ്. എല്ലാം ശരിയായ അളവിലാണോ എന്ന് നോക്കാനും കൺട്രോൾ ചെയ്യാനുമുള്ള ടൂൾസ്. മൂന്നാമത്തത് നമ്മുടെ വെൽനസ്, അതായത് സ്ട്രെസ്, ഉറക്കം, മൊത്തത്തിലുള്ള ജീവിതശൈലി. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഡയറ്റിനെപ്പറ്റി പറയുമ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് അഥവാ GI എന്നൊന്നുണ്ട്. പേര് കേട്ട് പേടിക്കണ്ട, സിമ്പിൾ കാര്യമാണ്. ഓരോ ഭക്ഷണവും കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ എത്ര പെട്ടെന്ന് കൂടും എന്നതിന്റെ ഒരു അളവാണിത്. ഈ ടേബിൾ നോക്കൂ. ചീരയുടെ GI വെറും 15 അതേസമയം തവിടുള്ള അരിയുടെ GI 50. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? GI കുറഞ്ഞ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഷുഗർ പെട്ടെന്ന് കൂടുന്നത് തടയാൻ സഹായിക്കും. വളരെ സിമ്പിൾ ലോജിക്. ഇനി വ്യായാമത്തിന്റെ ഒരു മാജിക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിലുകളിലുള്ള ചില ഗ്ലൂക്കോസ് ഡോറുകളുണ്ട്. ഈ ഡോറുകൾ ഇൻസുലിൻ എന്ന താക്കോൽ ഇല്ലാതെ തന്നെ അങ്ങ് തുറക്കും. എന്നിട്ടോ രക്തത്തിലുള്ള ഷുഗറിനെയെല്ലാം അകത്തേക്ക് വലിച്ചെടുക്കും. ചുരുക്കി പറഞ്ഞാൽ എക്സസൈസ് എന്ന് പറയുന്നത് ഷുഗർ കുറയ്ക്കാനുള്ള ഒരു മാന്ത്രിക താക്കോലാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇനി പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ വരെ ഉപകരിച്ചേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇവ അറിഞ്ഞിരിക്കേണ്ട അടിയന്തര പാഠങ്ങളാണ്. റെഡ് അലേർട്ട് ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ബ്ലഡ് ഷുഗർ ലെവൽ 70 mg/dl താഴെ പോകുന്നത്. ഇത് വളരെ വളരെ സീരിയസ് ആയൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഒരു കാര്യം ഓർക്കുക, ഹൈ ഷുഗർ കാലം കൊണ്ടാണ് പ്രശ്നമുണ്ടാക്കുന്നതെങ്കിൽ ലോ ഷുഗർ അത് പെട്ടെന്ന് അപ്പോൾ തന്നെ അപകടമുണ്ടാക്കാം. അപ്പോ ഷുഗർ കുറഞ്ഞാൽ എന്തു ചെയ്യണം? പേടിക്കേണ്ട, അതിനൊരു സിമ്പിൾ പ്ലാനുണ്ട്. അതിനെ റൂൾ ഓഫ് 15 എന്ന് പറയും. സ്റ്റെപ്പ് 1, പെട്ടെന്ന് ഷുഗർ കൂട്ടുന്ന എന്തെങ്കിലും 15 ഗ്രാം കഴിക്കുക. ഒരു ഗ്ലൂക്കോസ് ടാബ്ലറ്റോ കുറച്ച് ജ്യൂസോ മതി. സ്റ്റെപ്പ് 2, ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 3, വീണ്ടും ഷുഗർ ചെക്ക് ചെയ്യുക. ഇപ്പോഴും കുറവാണെങ്കിൽ ഇതേ കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഈ 15-15-15 റൂള് ഓർത്തുവെച്ചാൽ മതി. ഇനിയൊരു ഗോൾഡൻ റൂൾ. ഇത് ദിവസവും ചെയ്യേണ്ട ഒന്നാണ്. നിങ്ങളുടെ പാദങ്ങൾ പരിശോധിക്കുക, എല്ലാ ദിവസവും. എന്തിനാണെന്നറിയാമോ? പ്രമേഹം നാഡികളെ ബാധിക്കുമ്പോൾ പാദങ്ങളിൽ ഒരു മുറിവുണ്ടായാൽ പോലും നമ്മൾ ചിലപ്പോൾ വേദന അറിയില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കുഞ്ഞൻ മുറിവ് പിന്നീട് വലിയൊരു പ്രശ്നമായി മാറാം. ഒരു കാര്യം ഓർക്കുക, കാൽ മുറിച്ചുമാറ്റേണ്ടി വരുന്ന അവസ്ഥ തുടങ്ങുന്നത് പാദത്തിൽ നിന്നല്ല, നമ്മുടെ അവഗണനയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ? ഇതിന്റെ എല്ലാം കാതൽ എന്താണ്? ഒരൊറ്റ കാര്യമുള്ളൂ, അറിവാണ് ഏറ്റവും വലിയ മരുന്ന്. നിങ്ങളുടെ ആരോഗ്യയാത്രയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോ എന്താണ് ശരിയായ ചികിത്സ? അതിന്റെ ഫോർമുല ഇതാണ്: ശരിയായ അറിവ്, അതോടൊപ്പം നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശങ്ങളും. ഈ രണ്ടും ഒരുമിച്ച് പോണം. നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളുടെ ഡോക്ടറുമായി ഒരു ടീമായിട്ട് പ്രവർത്തിക്കുക. അതാണ് വിജയത്തിലേക്കുള്ള വഴി. അപ്പോ ഞാൻ ഈ ചോദ്യം നിങ്ങളോടായി ചോദിച്ചു നിർത്തുകയാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഭയത്തെ പുറകിലിരുത്തി അറിവ് എന്ന സ്റ്റിയറിംഗ് കയ്യിലെടുത്ത് നിങ്ങളുടെ ആരോഗ്യയാത്ര മുന്നോട്ട് നയിക്കാൻ നിങ്ങൾ റെഡിയാണോ? ആലോചിച്ചു നോക്കൂ.